ഞാനിവിടെ ഉണ്ടേ. അതിഥി എത്തുമ്പോ ആതിഥേയനില്ല. എടോ പന്തലായനി വരേ, താനൊരു സ്റ്റേഷൻ മാസ്റ്റർ അല്ലേ? നമ്പ്യാർ അദ്ദേഹത്തെ കണ്ടിട്ട് കാലവശ്യായിരിക്കണു. വന്നാട്ടെ. തിരക്ക് തന്നെ. പാട്ട ബാക്കി, പലിശ ബാക്കി, പിരിവും വളവും ഒക്കെയായി ഒന്നിനും ഒരു നേരമില്ലെന്നേ. ഭാഗ്യവാനല്ലേ, പെണ്ണും പടക്കൊഴിയൊന്നും ഇല്ലാലോ. എന്നാൽ ഉണ്ട് താനും. ശ്രീകൃഷ്ണനല്ലേ 16,000 എണ്ണ വശി കുറഞ്ഞില്ലേ എന്നൊരു സംശയം. ചുരുട്ട് ശീലല്ലേ? ഇല്ല അല്ലേ? എന്നാല് ശീലമില്ലാത്തത് ശീലിക്കുക, അപ്പൊ ശീലമാവും. അല്ല, ഇന്ന് കൂട്ടുകാരനെ കണ്ടില്ലാലോ. ആര്, കുഞ്ഞാമുവോ? ആ, കുഞ്ഞാമുവിന്റെ കാറും ഡ്രൈവർ കാണാനും പുറത്തുണ്ടാവും. കുഞ്ഞാമുവിനെ വരക്ക് അറിയാമല്ലോ, കാണിശക്കാരനാ. അതെ അതെ. ഈ കുഞ്ഞാമുവിന് കരിക്കളത്ത് കോവിലകം വാങ്ങിച്ചു കൊടുത്തത് ആരാ? ആരാ? ഈ നമ്പ്യാരദ്ദേഹം. എന്നാലും എന്റെ നന്ദി കുഞ്ഞാമുവിനുണ്ടേ. നേരും നെറിയുള്ളവനാ. പറഞ്ഞതാ. പക്ഷെ ഇന്ന് വാക്ക് തെറ്റിച്ചോന്നൊരു സംശയം. വണ്ടി കാണാനില്ല. കാണാരനും ഇല്ല. വരും, അതുറപ്പ്. അല്ല, ഈ കുഞ്ഞാമുവിന്റെ കാർ വരുന്നവരെ ഒറ്റയ്ക്ക് നിൽക്കാന്ന് വെച്ചാ? ഒറ്റയ്ക്കോ? താനില്ലേ ഇവിടെ? വലിക്കുക, മുറുക്കുക, പിന്നെയും വലിക്കുക. പിന്നെ ഇന്ന് ഉഷാഭരണയും തന്നെ ആയിക്കളെ. കഴിഞ്ഞ തവണ താൻ പാടിയത് നല്ല നെയ്പ്പായസത്തിന്റെ രുചി പോലെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പന്തണി മുലയാ തുടങ്ങാം. പിന്നെന്താ അതെ, എനിക്ക് നേരത്തെ വീട്ടിൽ പോകണമായിരുന്നു. അതെന്താ പതിവില്ലാത്തൊരു പോക്ക്? സ്റ്റേഷനിലാണ്, ഇനി പണിയില്ല. അവസാനത്തെ വണ്ടിയും പോയി. താനും എന്നെ പോലെ ഒറ്റയാനല്ലേ. ഇന്ന് നമുക്കൊന്ന് കൂടാവിടെ വരേ. അതെ, ഇവിടെ അടുത്തൊരു സംബന്ധം. സംബന്ധം? താനോ? കഴിഞ്ഞ മാസമായിരുന്നു. താൻ പണി പറ്റിച്ചു അല്ലേ? അവസാന വണ്ടി പോയാൽ ഉടനെ വാര്യത്തെത്തണമെന്നാ ഓർഡർ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക്? ആയിക്കോട്ടെ. ഞാൻ കാരണം തൻ്റെ സംബന്ധം അസംബന്ധമാവണ്ട. വിട്ടോളൂ. അല്ല, അപ്പോ അടുത്ത തവണ കാണാം. കാണാം. പന്തണ്ണി മുലയായി പന്തുവലം പന്തടിച്ചു കളിക്കുക പന്തടി. ഏതാ? എവിടുന്നാ? വണ്ടിയിൽ വന്നതാ? എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. ആരെങ്കിലും കാത്തു നിൽക്കുക? ഞാൻ കാത്തു നിൽക്കുക. എനിക്ക് വണ്ടി വരും. എവിടെ പോകണമെന്ന് പറഞ്ഞാൽ മതി. ഞാൻ പോകും വഴി എൻ്റെ വണ്ടിയിൽ അവിടെ ഇറക്കാം. എന്താ പേര്? ചോദിക്കുന്ന ആളിൻ്റെ പേര് ആദ്യം പറയുന്നതാണല്ലോ മര്യാദ. ഞാൻ രൈരു നമ്പ്യാർ, പുതുപ്പണത്തെ അധികാരി, ഒരവിവാഹിതൻ. ഇടയ്ക്കൊക്കെ
ഞാൻ പന്തലായനി വരും. കരിക്കളത്ത് കോലോത്ത് കുഞ്ഞാമൂനെ കേട്ടിട്ടുണ്ടോ? കേൾക്കാതെ വഴിയില്ലല്ലോ. അംശാധികാരിയല്ലേ, എൻ്റെ ആത്മസുഹൃത്ത. തിരക്ക് കാരണം ഇപ്പൊ പഴയ പോലുള്ള കൂടലില്ല. ഇത്തവണ എന്തും വരട്ടെ എന്ന് കരുതി 2 ദിവസത്തേക്ക് പോകുന്നു. ഇനി പറ, കുട്ടിയുടെ പേരെന്താ? പറഞ്ഞോളൂ, നാണിക്കണ്ട, ധൈര്യമായി പറഞ്ഞോളൂ. പേര്, നാട്, വീട്. അതാരാ? അല്ല, അത് കാണാരനാണല്ലോ. വന്നോളൂ, വരിക. ആ, ഇതെന്താ കാണാര പതിവില്ലാത്തതൊക്കെ? എവിടുന്നാ? ഓ, കോലോത്ത് പിന്നാമ്പുറത്ത് പൊടി പിടിച്ച് കിടന്ന പഴയ വണ്ടി. അത് പുതുക്കി പണിതുമല്ലേ? അസലായിരിക്കണു. രാജകീയ വരവേൽപ്പാണ്. കൊള്ളാം. വാ വാ. നോക്കി നിൽക്കുക. കേറിക്കോളൂ. കേറിക്കോളൂന്ന്, നമ്മുടെ വണ്ടിയാ. നല്ല നിലാവ്, തണുപ്പുണ്ട്. എനിക്കിത് രണ്ടും വലിയ ഇഷ്ടാ. വിശക്കണുണ്ടോ ആവോ? നമുക്കിന്ന് കോലോത്ത് നാവ ആഹാരം. കുട്ടിമൂസയുടെ കൈപ്പുണ്യം അറിയണമല്ലോ. കുഞ്ഞാമൂവിൻ്റെ കുശിനിക്കാരനാ കുട്ടിമൂസ. ജീരകശാല അരിയുടെ നെയ്ച്ചോറ്, പൊടിപ്പത്തിരി, കോഴി നിറച്ചത് ഓർക്കുമ്പം തന്നെ വായിൽ വെള്ളം വരിക. ഇന്ന് എന്തായാലും അവിടുന്ന് തന്നെ അത്താഴം. ഇനിയിപ്പോൾ അവിടെ തങ്ങാന്ന് വെച്ചാലും എല്ലാ സൗകര്യവും ഉണ്ട് താനും. കണാരോ, മുട്ട വാങ്ങണം, 12 മുട്ട. മുട്ട എന്തിനാന്നായിരിക്കും. നാഗസമ്മതം വാങ്ങണം. കോലോത്തെ അറപ്പടിയിൽ 12 മുട്ട വയ്ക്കണം. ആർക്കാ? സർപ്പങ്ങൾക്ക്. അവറ്റകൾ മുട്ട വിഴുങ്ങുന്നതും മറയുന്നതും ഒന്നും ആരും കാണില്ല. നല്ല കാര്യങ്ങൾക്ക് നാഗസമ്മതം വേണം. കോലോത്തെ ചിട്ടയാ. അന്യജാതിക്കാരനാണേലും കുഞ്ഞാമോ അതൊന്നും തെറ്റിക്കാറില്ല. എന്ത് നാഗസമ്മതം എന്ന് കേട്ടപ്പോൾ പേടിയായോ? പേടിക്കണ്ട, ഞാനിരിക്കല്ലേ. കോലോത്തെ കഥകൾ പറഞ്ഞാലൊന്നും തീരില്ല. കുട്ടിക്ക് കേൾക്കണോ ഒരു കഥ? മുഷിയില്ല അച്ഛാ, പറയാം. പണ്ട് കോലോത്ത് പ്രമാണിയായൊരു തമ്പുരാനുണ്ടായിരുന്നു. പേരങ്ങോട്ട് ഓർക്കണില്ല. തമ്പുരാട്ടിയുടെ പേര് ഓർമ്മയുണ്ട്, രേവതി തമ്പുരാട്ടി. പ്രസവത്തോടെ തമ്പുരാട്ടി രോഗിയായി. അപ്പോഴാണ് നമ്മുടെ അശ്വതിക്കുട്ടിയുടെ വരവ്. പാവം, ആരുമില്ലാത്തോളാ. എന്നാലെന്താ, നല്ല മണിക്കുട്ടിയാ. ഇതുപോലെ കറുകറുത്ത കണ്ണുകളും കണ്ണാടി പോലത്തെ കവിളുകളും എള്ളുമ്പൂ പോലത്തെ മൂക്കും. ഇതുപോലെ തന്നെ ഈ സുന്ദരിക്കുട്ടി തന്നെ നമ്മോട്ട് കരുതുക. ഒരു ദിവസം അങ്ങനെ അശ്വതിക്കുട്ടി കോലോത്തെത്തി. ഇങ്ങോട്ട് ഇറങ്ങിക്കോളൂ.
വന്നോളൂ. ശങ്കിക്കണ്ട, വലത് കാലോച്ച് കയറിക്കൊള്ളൂ. അശ്രീകരം വഴി മാറടാ. അയ്യോ കുട്ടക എന്തിനാ ചന്തു? ആനയ്ക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കാനാ? അല്ല, കാര്യസ്ഥനെ ഇതിലിട്ട് പുഴുങ്ങാൻ. ദേ ഒറ്റ പെട ഞാൻ വെച്ചേരും. കാര്യസ്ഥനെ വിളിക്കേ. ആനപ്പിണ്ട കൊരല ചക്കന്റെ പണി. കുട്ടിരാമേട്ടാന്ന് വിളിയടാ. കുട്ടി കുരങ്ങ കുട്ടിരാമാ ദാ എത്തിയിരിക്കണു. വന്നോളൂ വന്നോളൂ. നെയ്സേവ വേണ്ടി വരും. മസ്തകത്തിന്റെ എടുപ്പ് ഇത്തിരി കുറഞ്ഞിരിക്കണു. തൈലം ഇടണം. കുട്ടിരാമ, ആള് പോരെങ്കി പുറത്തുനിന്ന് വിളിച്ചോളൂ. ആയിക്കോട്ടെ. പേടിക്കണ്ട, ആനയുടെ കാര്യ പറഞ്ഞേ. പേര് കേട്ട ആനവീത്തിനല്ലേ? ആ വന്നോളൂ. അശ്വതി കുട്ടി, അരിഷ്ടം. കണ്ണന് ഉറങ്ങിയോ ആവോ? വലിയ വിശപ്പുകാരനാ. വയറ് നിറഞ്ഞ പിന്നെ ഒരു വഴക്കുമില്ല. വയ്യ കുഞ്ഞലക്ഷ്മി, ഇവന്റെ വിശപ്പിനുള്ളത് കൊടുക്കാൻ എനിക്ക് ആവണില്ല. തമ്പുരാട്ടി വിഷമിക്കണ്ട. ഇനി നല്ല പശുമ്പാല് കൊടുത്താ മതി. എന്നാലും 6 മാസമെങ്കിലും അമ്മയുടെ പാല് കുടിച്ചില്ലെങ്കി. തമ്പുരാട്ടി, കോമന്നൂരില്ലത്തെ അശ്വതി കുട്ടി. അമ്മ മരിച്ചിട്ട് അധിക നാളായില്ല. അമ്മാവന്മാരെന്ന് പറഞ്ഞ് 2-3 ആളുകളുണ്ട്. അവരെ കണ്ട അനുവാദം ചോദിച്ചു. അവർക്ക് വലിയ സന്തോഷായി. ഇല്ലം വിളിച്ചു വിൽക്കാലോ. ഈ കുട്ടി അവിടെ ഉണ്ടായാൽ തടസ്സാവില്ലേ? സത്യം പറഞ്ഞ ഈ കുട്ടിക്ക് ഇപ്പൊ അവിടെ ആരുമില്ല. ഇങ്ങോട്ട് വന്നോളൂ. വിഷമിക്കണ്ട കുട്ടി, അശ്വതിക്ക് ഞങ്ങളൊക്കെ ഉണ്ട്. ആ യാത്ര കഴിഞ്ഞ് വന്നല്ലേ കുഞ്ഞലക്ഷ്മി? വന്നോളൂ. കുട്ടിയെ ഇഷ്ടായാവും. പിന്നെ ആവാതെ. നല്ലൊരില്ലത്തിൽ ജനിച്ചല്ലേ. പണം ഇല്ലാണ്ടായിന്നല്ലേ ഉള്ളൂ. ആഭിജാതി ഉണ്ടല്ലോ. നിക്കൊരു അനിയത്തിയെ കിട്ടിയെന്നാ ഇപ്പൊ തോന്നണേ. ആ കുഞ്ഞലക്ഷ്മി പുറംപണി അടുക്കളയിൽ നോക്കട്ടെ. ഈ കുട്ടി എന്റെ കണ്ണനെ മാത്രം നോക്കിയാ മതി. പിന്നെ പഠിക്കണ ഇഷ്ടാച്ചാ പഠിപ്പിക്കണേനും വിരോധമില്ല. അയ്യോ അതൊന്നും വേണ്ട. പഠിത്തമൊക്കെ നേരത്തെ നിർത്തിയതാ. ഒരു നേരം വയറ് നിറച്ച ആഹാരം, അതുമാത്രം മതി. ഈ കോലത്ത് ഒരു മൂലയെ ചുരുണ്ടോളും. തമ്പുരാട്ടി ഇത്രയും പറഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യമായി. കുട്ടിരാമാ ദാ എത്തിയിരിക്കണു.
എന്താ സ്വപ്നം കാണുക? എന്താ കൊച്ചു തമ്പുരാട്ടിക്ക് ഒരു വാട്ടം? ഞാൻ തമ്പുരാട്ടിയൊന്നുമല്ല. ഈ ബ്രഹ്മാവിനെ കണ്ടിട്ടുണ്ടോ? നമ്മളൊക്കെ സൃഷ്ടിച്ച ആളെ. ആളെ കാട്ടിത്തരാൻ എനിക്ക് പറ്റില്ല. പക്ഷേ ഈ ലോകത്തെ സകലമാന ജീവികളെ ഉണ്ടാക്കുന്നത് ബ്രഹ്മാവ് ഒരു കസേരയിലിരുന്ന. ആ കസേര വേണേ ഞാൻ കാട്ടിത്തരാം. ഇതാ ബ്രഹ്മാവിന്റെ കസേര. ഈ ആനവൈദ്യന്മാരെന്ന് പറഞ്ഞ ബ്രഹ്മാവിനെ പോലെയാ. എല്ലാ ആനവൈദ്യന്മാരും അല്ല, നമ്മുടെ തമ്പുരാന്റെ കാര്യ പറഞ്ഞ. ചത്തുപോയ ആനയ്ക്ക് ജീവൻ വെപ്പിക്കുന്ന ആളാണേ. ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. വെറും മരുന്നുകൊണ്ടൊന്നും പറ്റില്ല. മന്ത്രം, മഹാമന്ത്രങ്ങൾ വേണം. എല്ലാം ഓലയിലുണ്ട്. മുഴുവൻ ഗ്രന്ഥങ്ങളും നിലവറെ സൂക്ഷിച്ചിരിക്കുക. നിലവറയോ? അതെവിടെയാ? കോലോത്തെ പിന്നാമ്പുറത്തെ വലിയ തളവില്ലേ, അതിനടിയില്ല. ഒരിക്കൽ ഞാൻ തമ്പുരാനോട് അതിനകത്ത് കയറിയതാ. അപ്പോ ചിലതൊക്കെ ഞാൻ കണ്ടു. എന്താ എന്താ കണ്ടത്? വലിയ ചീനഭരണികൾ, ഉരുളുകൾ കൊണ്ടടച്ച വലിയ കുട്ടകങ്ങൾ. അതിനകത്ത് എന്താ ഉള്ളെന്ന് അശ്വതിക്ക് അറിയോ? നിറയെ ഒറ്റമൂലികളാ, നീറ്റ് ഭസ്മവും തൈലങ്ങളും. പിന്നെ അസൂയക്കാര് വേറെ പലതൊക്കെ പറയും. ശത്രുക്കളെ കൊന്ന് മരുന്നിന് ശക്തി കൂട്ടാൻ നീറ്റ് മരുന്നിലിട്ട് കുട്ടുകത്തിന്റെ അകത്ത് അടച്ചു വെച്ചിരിക്കാന്നാ. പിന്നെ മനുഷ്യനെ കുട്ടുകത്തിൽ അടക്കിയേ ശുദ്ധ അസംബന്ധം. മുടി എത്രയും പോയി. നിലത്തെഴിയൊന്നും പറഞ്ഞ് അമ്മ മുറിച്ചളഞ്ഞ മുടിയാ. ആ, നീ പോ, മുടിയിലൊന്ന് തിരികെ. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ട്. കണ്ണൻ ഇപ്പോഴെങ്ങും ഉണരില്ല. പശുവും പാല് കൊടുക്കാൻ തുടങ്ങിയ പിന്നെ ഇവന് കരച്ചില് കുറവാ. അശ്വതി കിടന്നോളൂ. കുഞ്ഞുലക്ഷ്മി എന്താ ഇന്ന് നേരത്തെ? എന്താ നീയൊന്നും ഞാൻ കരുതി കുഞ്ഞുലക്ഷ്മി കുടിക്കാനുള്ള വെള്ളം അറയിൽ കൊണ്ട് വെക്കാൻ വന്നായിരിക്കുന്ന. കണ്ണനിന്ന് നേരത്തെ ഉറങ്ങി. മരുന്ന് കഴിച്ചോ ആവോ? ഞാനോ? കഴിച്ചു. അല്ലെങ്കിലും എനിക്കിപ്പോ നല്ല ആശ്വാസമുണ്ട്. എന്നാലും നന്നായിട്ട് വിശ്രമിക്കണം. കൃത്യമായിട്ട് മരുന്നും കഴിക്കണം. എനിക്കിപ്പോ ഒന്നുമില്ല. കണ്ടാലും തോന്നണില്ല. രേവതിക്കറിയില്ല, കണ്ണിന്റെ മഞ്ഞ നിറം തീരെ കുറഞ്ഞിട്ടില്ല. ആ, തൊലിക്കാണെങ്കിൽ നല്ല വിളർച്ച ഇപ്പോഴും ഉണ്ട്. ആ, പിന്നെ കഴുത്തിലെ ഞരമ്പിന്റെ പിടച്ചിലും ഒരു കുറവില്ല. പഥ്യം തെറ്റിയ ആകെ കുഴപ്പമാവും. നല്ലോണം വിശ്രമിക്കുക, അതാണിപ്പോ വേണ്ടത്. പകലൊക്കെ എന്തോ ചൂടാ. ആ വണ്ണാത്തൊടി വരെ കുതിരവണ്ടി പോയതാ ഇത്രയും കുഴപ്പമായത്. എന്താ ക്ഷീണം. ഞാനൊന്ന് കിടക്കാന്ന് വിചാരിക്കുക. ആ, ഉറക്കം കളിക്കണ്ട, വലിവുണ്ടാവും. പോയി കിടന്നോളൂ.
എന്താ എന്താ തമ്പ്രാട്ടി? ദാ, മരുന്ന് കഴിക്കുക. നശിച്ച ജന്മ എന്റേത്. തമ്പ്രാട്ടി കിടന്നോളൂ. എനിക്കാരുമില്ല, എന്റെ കണ്ണനും ആരുമില്ല. ഈ ജന്മം ഒടുങ്ങാൻ ഇനി ഏറെ നാളില്ല കുട്ടി. ഞാൻ പോയാ എന്റെ മോൻ അനാഥനാവും. നിന്റെ കാര്യം മറിച്ചല്ല, നിങ്ങളുടെ രണ്ടുപേരുടെ രക്ഷയ്ക്ക് ഞാൻ ഒരു വഴിയെ കാണുന്നുള്ളൂ. എന്റെ സ്വാർത്ഥതയാണെന്ന് കരുതരുത്, നിന്റെ നന്മയ്ക്കാണെന്ന് തന്നെ കരുതണം. നീ നീ എന്റെ തമ്പുരാന്റെ രണ്ടാം വേലിയാവണം. ഞാൻ നിന്റെ കാല് പിടിക്കാം. നീ എനിക്കൊരു കൂടപ്പിറപ്പിനെ പോലെയാ. നീ എന്റെ കണ്ണന്റെ അമ്മയാവണം. എല്ലാം തീരുമാനിച്ചു അല്ലേ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്നെ കൈവിടരുത്. ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. നമ്മൾ എങ്ങോട്ട് പോകും? എങ്ങോട്ടെങ്കിലും. വൈദ്യം പഠിച്ചു കഴിഞ്ഞില്ല. എന്നെക്കാൾ വലുത് ചന്തുവിന് ആനവൈദ്യാണല്ലേ. അറിയാല മരുന്നും മന്ത്രവും കിട്ടണത് വരെ അടിമപ്പണിയും ചെയ്തിവിടെ നിന്നോ? വേണ്ട, എന്നെ ആരും രക്ഷിക്കാനില്ല. എനിക്കറിയാം എങ്ങോട്ട് പോണോന്ന്. അശ്വതി, ആനവൈദ്യം മാത്രമല്ല, മണ്ണിൽ കിളയ്ക്കാനും അറിയാം. അടുക്കള പണി നല്ല വശമുണ്ട്. എൻ്റെ അശ്വതി കുട്ടിയെ ഞാൻ ഒരിക്കലും പട്ടിണി കിടില്ല. നമ്മൾ ഒന്നിച്ചു പോകും. ഇപ്പം ആരോടൊന്നും എതിർത്ത് പറയരുത്. 2 ദിവസം അതിനുള്ളിൽ നമ്മളിവിടം വിടും. അതുവരെ ഒന്നും ഭാവിക്കരുത്. ഓക്കെ. ഞാനേ അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോവാ. അയ്യോ വേണ്ട, എങ്ങും പോവണ്ട. നാളെ ഉച്ചയ്ക്ക് മുമ്പേ ഞാൻ എത്തും, ഉറപ്പാ. എനിക്ക് പേടിയാ. അശ്വതി പേടിക്കണ്ട. ശേഖരനെ നാളെ മാണിക്കോത്ത് ഇല്ലത്തെത്തിക്കണം. ഇല്ലത്തെ നാളെ ആനയൂട്ടാ. ആനക്കാരൻ്റെ കൂടെ മരുന്നും കൊണ്ട് പോകണമെന്ന് തമ്പുരാന് നിർബന്ധം. പോവണ്ട. കാര്യമുണ്ട് അശ്വതി. ആനയുടെ ചികിത്സകളും ചെല്ലുമ്പോൾ ഇല്ലത്തൊന്ന് എന്തെങ്കിലും കാര്യമായിട്ട് തരും. അത് പതിവുള്ളതാ. ആ കാശ് കിട്ടിയാൽ നമുക്ക് ഉപകരിക്കും. നാളെ ഞാൻ ഉച്ചയൂണിന് മുമ്പ് എത്തുകയും ചെയ്യും. നാളെ സന്ധ്യയ്ക്ക് നമ്മളിവിടം വിടും. ഞാൻ കാത്തിരിക്കും. എൻ്റെ അമ്മ കെട്ടിത്തന്ന ഏലസാണേ. ഞാൻ വരും. നമ്മൾ പോവും.
അശ്വതിക്കുട്ടി, കുട്ടി വേഗം കുളിച്ചു വരിക. ദേവിയുടെ അനുഗ്രഹം തൃപ്പയോർ നമ്പൂതിരി ചാർത്തു കൊടുത്തയച്ചു. എല്ലാം നിശ്ചയിച്ചു. കൊട്ടും കുരവയും ആളും കൂട്ടവും ഒന്നുമില്ല. തമ്പ്രാട്ടി, ഒന്നും പേടിക്കണ്ട. തേച്ചുകുളി മുതല് ചടങ്ങുകൾ തുടങ്ങാം. കുഞ്ഞലക്ഷ്മി, വന്നോളൂ. കണ്ണാ, ബാ. എല്ലാം നിനക്ക് വേണ്ടിയാ. അശ്വതി, തമ്പുരാട്ടി. ദാ എത്തിയിരിക്കണു. ഇല്ല, ഞാൻ പോവില്ല. എല്ലാരും കൂടെ എന്നെ ചതിക്കായിരുന്നു. ഞാൻ പോവില്ല, ചത്താലും പോവില്ല. വേലി കഴിഞ്ഞ പെണ്ണ് പള്ളിയേറയിൽ ഉറങ്ങിയില്ലേൽ ഭരദേവതകൾ കോപിക്കും. ഏത് പരദേവതകള്? നിക്കാരുമില്ല. അന്യ പെണ്ണുങ്ങള് നിങ്ങളുടെ സ്വത്ത് കൊണ്ടുപോകാതിരിക്കാൻ നിങ്ങൾ കണ്ടെത്തിയ മാർഗം നടക്കില്ല. ഇപ്പൊ ഈ നിമിഷം ഞാൻ ഇവിടെ ഇറങ്ങും. അശ്വതി, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വെടുപണി ചെയ്യാൻ വന്നോളാം ഞാൻ. എന്നെ ഈ വെടിവേഷം കെട്ടിക്കണായിരുന്നോ? നിങ്ങളുടെ പണവും പ്രതാപവും ഒന്നും എനിക്ക് വേണ്ട. ഒരു തമ്പുരാനും തമ്പുരാട്ടി. എന്നോട് ഇതൊക്കെ നേരത്തെ പറഞ്ഞൂടായിരുന്നോ? ചതിക്കൊന്നും കരുതിയില്ല. എന്റെ ചന്ത വരുമെന്ന് കരുതി. വരും, എന്റെ ചന്ത വരും. നശിച്ച ഈ കോലത്തൊന്നും ഞങ്ങൾ രക്ഷപ്പെടും. ചന്ദനിന്റെ ചന്തു എന്റെ ജീവനാ. ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കും, ഇല്ലെങ്കിൽ ഒന്നിച്ച് ചാവും. തമ്പ്രാട്ടി, 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 ലക്ഷ്മി, തമ്പ്രാട്ടി, 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 തമ്പ്രാട്ടി. അങ്ങനെ രേവതി തമ്പുരാട്ടി പോയി. തമ്പുരാന്റെയും കൈക്കുഞ്ഞായ കണ്ണന്റെയും നടുവിൽ അശ്വതി. അവൾ ചന്തുവിനെ കാത്തു. പക്ഷെ അവൻ വന്നില്ല. എന്താ കാണാരാ? കുതിരയ്ക്ക് മുതിര കൊടുക്കാനാ. ആ കഥ പറഞ്ഞ് നേരം പോയത് അറിഞ്ഞില്ല. കുട്ടിക്ക് മുഷിഞ്ഞോ ആവോ? കാണാരോ? ഓ,
കണാര ഇത് നമ്മുടെ പഴയ സ്ഥലമല്ലേ, ആ മുളങ്കാടിനപ്പുറത്ത്. അതിപ്പോഴും ഉണ്ടോ കണാര? ഉണ്ടേ. കണ്ടോ എങ്ങനുണ്ട് എൻ്റെ ഓർമ്മശക്തി? കോവിലകത്തി എന്നാ സേവ നടക്കില്ല. നമുക്കൊന്ന് പോയിട്ട് വന്നാലോ? ഓ ഓ വാ. ഓക്കേ. അതെ, തൊട്ടപ്പുറത്തൊരു വീടുണ്ട്. വീടല്ല, പീടിക. ഞാൻ പറഞ്ഞില്ലേ മുട്ടയുടെ കാര്യം. ഇപ്പം വാങ്ങിയില്ലേ പിന്നെ വഴിയിലെങ്ങും കിട്ടില്ല. ഞങ്ങളൊന്ന് പോയിട്ട് വന്നാലോ? ശീഘ്രം വരാം. ആ നീ മുന്നേ നടന്നോ കണാര? നല്ല പകലുപോലത്തെ നിലാവല്ലേ, നടന്നോ. ആ ആ ആ. മുട്ടയുണ്ടോ? പച്ചമുട്ട ഒരു 12 എടുത്തു. ഇത് പൂവനാ? എന്നാൽ ഒരു പടലെടുത്തു, ആർത്തെടുത്തു. ആ ദേ മുട്ട. കണാര, ദേ ഇത് അവളല്ലേ? ആര്? നോക്കിയത് അവളാ, നമ്മുടെ കുതിരവണ്ടിയിലെ പെണ്ണ്. നീ ഇതെങ്ങനെ ഇവിടെ എത്തി പെണ്ണേ? കണാര, ഇത് അവള് തന്നെ. ഇപ്പോഴേ അധികമായി, അതാ ഇങ്ങനെ. പോവാം, അധികാരി കാത്തിരിക്കുക. വന്നാട്ടെ. അപ്പോ അവള് നടക്ക. അപ്പോ അതുതാനല്ലയോ ഇത് എന്ന് ഉത്പ്രേക്ഷ. വന്നാട്ടെ. ആ ഈ പഴവും മുട്ട ഉണ്ട് 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 ഉണ്ട്. ആ പോവാം. പിടിച്ചോ പിടിച്ചോ. നേരെ നടക്കുക. സൂക്ഷിച്ച്. പൂവമ്പഴ വിശന്നിരിക്കാന്നറിയാം. ഇതാ കഴിച്ചോളൂ. കഴിച്ചോളൂ. ഇനിയും ദൂരം ബാക്കിയാ. അലോഹ്യം തോന്നണ്ട, ലേശം കഴിച്ചു. കോലോത്തി എന്ന കുഞ്ഞാമൂന് ഇതൊക്കെ ഹറാമാ. അപ്പോ പറഞ്ഞു നിർത്തിയത് എവിടാ? ഓ, കിട്ടി. രേവതി തമ്പുരാട്ടിയുടെ മരണം. അങ്ങനെ നാളുകൾ കുറേ കഴിഞ്ഞു. അശ്വതി കാത്തിരുന്നെങ്കിലും ചന്തു വന്നില്ല. എന്നിട്ടും തമ്പുരാൻ്റെ അറയിലേക്ക് അശ്വതി കുട്ടി പോയതുമില്ല. കണ്ണനെ നോക്കി അവൾ അറയ്ക്കകത്ത് ഒതുങ്ങിക്കൂടി. കണാരാ, വണ്ടി വിട്. എന്താ ഈ നേരത്ത്? ചന്തു എവിടെ? അതാ ഇപ്പൊ കാര്യായേ. എന്റെ തമ്പുരാട്ടി തെരുവ് പട്ടി വീട്ടുപട്ടി ആവോ? എവിടുന്നോ ഒരു ദിവസം കയറി വന്ന ചെക്കനാ. വന്ന വഴിയേ പോയി, അത്ര തന്നെ. ആനയും കൊണ്ട് ഇല്ലത്ത് പോയതല്ലേ? എന്നിട്ടെന്താ, തമ്പുരാന് കൊടുക്കാനായി ഇല്ലത്തൂന്ന് പറയാൻ കാശ് കൊടുത്തയച്ചു അത്രേ. പിന്നെ അവനാരും കണ്ടിട്ടില്ല. കള്ളൻ, നെറികെട്ടവൻ. തമ്പുരാനായതുകൊണ്ടാ. ഇല്ലെങ്കിൽ ചന്തു എവിടെ ഉണ്ടെന്ന് കുട്ടിരാമേട്ടൻ അറിയില്ലേ? ഒരറിവുമില്ല. ആനവൈദ്യം പഠിക്കണമെന്നും പറഞ്ഞ് തമ്പുരാന്റെ പിന്നിൽ തലയുറഞ്ഞ് നിൽക്കല്ലായിരുന്നോ? തരം കിട്ടിയപ്പോ പിന്നീന്ന് കുത്തി. കിട്ടിയതും കൊണ്ട് മുങ്ങുകയും ചെയ്തു. തമ്പുരാട്ടി ഇതൊക്കെ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത്. പാവം, തമ്പുരാന്റെ അവസ്ഥ ആലോചിക്കുമ്പോഴാ
ഒന്ന് അറിയിച്ചെല്ലുക, ഒരാശ്വാസവാക്ക് പറയുക, അത്രയെങ്കിലും ചെയ്തൂടെ? ഇങ്ങനെ ആയാല് രേവതി തമ്പുരാട്ടിയുടെ ആത്മാവിന് ശാന്തി കിട്ടില്ല. ഇത് അറയെ കൊണ്ടുപോയി കൊടുത്തേക്കൂ. അന്നം കൊടുക്കാൻ ആലോചിക്കണോ തമ്പുരാട്ടി? കുഞ്ഞലക്ഷ്മി എവിടെ? അവള് കാവിലേക്ക് പോയി. തൂത്ത് കളിക്കാനാ. നാളെ നൂറുംപാലും ഉണ്ട്. കണ്ണന് മാമുണ്ണ സമയായി. പഞ്ഞപ്പുല്ല് വേവിക്കണം. കണ്ണനെ ഇങ്ങ് തന്നേക്കൂ, ഞാൻ നോക്കിക്കോളാം. സാരമില്ല, കുഞ്ഞലക്ഷ്മി വരട്ടെ. കണ്ണന്റെ മാമൂട്ട് താമസിപ്പിക്കണ്ട. കുട്ടിത്തമ്പുരാൻ ദേഷ്യക്കാരനാ. ഞാൻ നോക്കിക്കോളാം. സൂക്ഷിക്കണം കേട്ടോ. പിന്നില്ലേ, എന്റെ പൊന്ന് തമ്പുരാനല്ലേ. വാ ബാ 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 ബാ. അവന്റെ കൊച്ചു തമ്പുരാന് കുതിരപ്പുറത്ത് കയറണ്ടേ. ഇതാ നോക്കിയേ. ഇങ്ങനെ ടക്ക് 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 ടക്ക്. നടകുതിരേ നടകുതിരേ നടകുതിരേ. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. നടകുതിരേ നടകുതിരേ. കണ്ണൻ ഇങ്ങോട്ട് തരിക. വാ 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 വാ.
ആ, നമുക്ക് കുതിരപ്പുറത്ത് കയറാം. ഉം. ആ, അങ്ങനെ ഹാ. ഹേയ്, ഹേയ്, ഹേയ്. ആ. അയ്യോ, തമ്പുരാട്ടി, ചതിച്ചല്ലോ വനദൈവങ്ങളെ. തമ്പുരാനെ, തമ്പുരാനെ. നിന്റെ കണ്ണനെ കൊന്നൂല്ലേ? എന്റെ മോനെ ഞാൻ കൊല്ലും, നിങ്ങൾ കൊല്ലും. ചന്തു, എന്റെ അമ്മ കെട്ടിത്തന്ന ഏലസാണേ. ഞാൻ വരും. വലിയ ചീനഭരണികൾ, ഉരുളുകൾ കൊണ്ടടച്ച വലിയ കുട്ടകങ്ങൾ. അതിനകത്ത് എന്താ ഉള്ളെന്ന് അശ്വതിക്ക് അറിയോ? നിറയെ ഒറ്റമൂലികളാ, നീറ്റ് ഭസ്മവും തൈലങ്ങളും. പിന്നെ അസൂയക്കാര് വേറെ പലതൊക്കെ പറയും. ശത്രുക്കളെ കൊന്ന് മരുന്നിന് ശക്തി കൂട്ടാൻ നീറ്റ് മരുന്നിലിട്ട് കുട്ടുകത്തിന്റെ അകത്ത് അടച്ചു വെച്ചിരിക്കാന്നാ. എന്താ എന്താ കുട്ടി അർദ്ധരാത്രിയിൽ അറയില്? നിന്റെ ചന്തു എവിടെ? ആഹാ, അവൻ ഓടിപ്പോയില്ലേ? ഇല്ല, ചന്തുവിനെ നിങ്ങൾ കൊന്നു. ഈ ഏലത്തെ ചന്തുവിന്റെ പറ. നിന്റെ ചന്തുവിന്റെ ശരീരം നിങ്ങൾ എന്ത് ചെയ്തു? എന്താ കുട്ടിയത്? എനിക്കൊന്നും അറിയില്ല. തമ്പുരാനല്ല, കാലനാണ് നിങ്ങൾ. ശത്രുക്കളെ കൊന്ന് നിലവറയിലെ കുട്ടകങ്ങളിൽ നീറ്റുഭസ്മമായി സൂക്ഷിക്കുന്ന പിശാച്. പറയും, ഞാൻ എല്ലാരോടും പറയും. നാട്ടുകാർ അറിയട്ടെ. നിങ്ങൾ അവരെ കല്ലെറിഞ്ഞു കൊല്ലും. എന്നെ കൊന്നോട്ടെ, പക്ഷേ അതിനു മുമ്പ് ചന്തു എവിടെ ഉണ്ടെന്ന് ഞാൻ കുട്ടിക്ക് കാട്ടിത്തരാം. കുട്ടിരാമ, ദാ എത്തിയിരിക്കണു. ആ അടിയൻ. ആ ദേ, ഈ കുട്ടിക്ക് നമ്മുടെ ചന്തുവിനൊന്ന് കാട്ടിക്കൊടുക്കുക. കാട്ടിക്കൊടുക്കുക. ആയിക്കോട്ടെ, ആ വന്നോളൂ. ഉം.
അയ്യേ, കഥ കേട്ട് കരയുകയെ. ഛേ, എങ്കിൽ ഞാൻ പറയില്ലായിരുന്നു. കുട്ടി, നേരം പോകാൻ പറഞ്ഞൊരു കെട്ടുകഥയല്ലേ. കുഞ്ഞാമു അധികാരി കോവിലകം വാങ്ങിയതോടെ കാര്യങ്ങളെല്ലാം മാറിയില്ലേ? അതെ, നോക്ക്, അവിടെ ഒന്നിനും ഒരു കുറവുമില്ല. ചെല്ലുമ്പോൾ അറിയാം, കുട്ടിക്ക് സന്തോഷമാവും കേട്ടോ. ആ, എത്തിക്കഴിഞ്ഞല്ലോ. ആ, ധൈര്യമായിട്ട് ഇറങ്ങിക്കോളൂ. കറണ്ട് പോയോ ആവോ, ആരെയും കാണുന്നില്ല. കുട്ടിമൂസേ, ഹൈ, കുഞ്ഞാവേ, കാണാരാ? ഇത്ര പെട്ടെന്ന് കുതിരയെ കെട്ടാനായിട്ട് കണാരം കടന്നു. ആരും ഇല്ല ഇവിടെ. ഇപ്പൊ പിടികിട്ടി. എല്ലാരും കൂടെ ഒത്തുകളിയല്ലേ എന്നെ പറ്റിക്കാൻ. കുഞ്ഞാമുവേ, ഈ കുഞ്ഞാമുവിന്റെ ഓരോ നേരം പോക്കുകളെ. കുഞ്ഞാമുവേ, ഉറക്കമായ കുഞ്ഞാമുവേ? ഇതെന്തുറക്ക കുഞ്ഞാമുവേ? കുഞ്ഞ ഇവിടെ നല്ല തണുപ്പാ. എന്താണ്ടോ നമ്പ്യാരെ, കുത്തിയിരുന്ന് കിനാവ് കാണുക. മനസ്സനെ പേടിപ്പിച്ച് കളഞ്ഞല്ല. എന്താണ്ടോ
എന്തു പറ്റി? എടോ, ഇത് ഞാൻ തന്നെ, കുഞ്ഞാമു. എന്റെ നമ്പ്യാരെ, നിങ്ങൾ ക്ഷമിക്ക്. ഞമ്മൾ കൂപ്പിലേലം കഴിഞ്ഞ് വരണ വഴി മോളുടെ ഹോസ്റ്റലിലൊന്നിറങ്ങി. ഓക്ക് വലിയ നിർബന്ധം എൻ്റെ കൂടെ പോരണമെന്ന്. 2 ദിവസം അവധിയുണ്ടത്രേ. പോന്നോളിന്ന് ഞാനും. അതാ വൈകിയെ. ഇരുന്ന് മുഷിഞ്ഞു അല്ലേ കണാരാ? എന്തായി? എന്തു പറ്റി? സാരമില്ല. എന്നാ പിന്നെ ഇനി താമസിക്കണ്ട, നിങ്ങൾ പോന്നോളി. ആ നിങ്ങൾ കേറിക്കോളി. ആ, കേറിക്കോളി. എന്റെ മോളെത്താൻ കണ്ടിട്ടില്ലല്ലോ നമ്പ്യാരെ. മോളെ, ഇതാ നമ്പ്യാരങ്ങള്. ഞാൻ പറഞ്ഞിട്ടില്ലേ